ആനത്ത് പറക്കണ ചെമ്പരുന്തേ, ആനത്ത് പറക്കണ ചെമ്പരുന്തേ, മീനിന്നു മത്തിയോ ജമ്മീനോ, മീനിന്ന് മത്തിയോ ജമ്മീനോ, അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാള് വന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് അടുത്തുള്ള തീരപ്രദേശ ഗ്രാമമായ ആർത്തുങ്കലിലേക്കാണ്. പ്രശസ്തവും പുരാതനവുമായ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലേക്ക് പോവുക തന്നെയായിരുന്നു പ്രധാന ഉദ്ദേശം. ആർത്തുങ്കൽ പള്ളി എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. പള്ളിയുടെ ചരിത്രം നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നായ മൂത്തേടത്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ആർത്തുങ്കൽ. ആർത്തുങ്കലിന് പേര് വരുന്നതിന് പല ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ആർത്തിക്കുളങ്ങരയിൽ നിന്ന് ലോപിച്ചാണ് ആർത്തുങ്കൽ എന്ന സ്ഥലമുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ദേവാലയത്തിൻ്റെ വിശദമായ ചരിത്രം അതിൻ്റെ വെബ്സൈറ്റിൽ വളരെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ചൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പള്ളി സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുതിയ പള്ളിക്ക് തറക്കല്ലിട്ടത് 1910 ഫാദർ വിൻസെന്റ് ദാസ് നേവിസ് വികാരിയായിരുന്ന കാലത്താണ്. 1647 ഇറ്റലിയിൽ നിന്ന് കപ്പലിൽ കൊണ്ടുവന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപമാണ് ആർത്തുങ്കൽ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആ കാലത്ത് കപ്പൽ ആ സ്ഥലത്ത് ഉറച്ചുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സാംക്രമിക രോഗങ്ങൾ ധാരാളം പടർന്നു പിടിക്കുന്ന സമയമായിരുന്നു. രോഗശാന്തി ലഭിക്കുന്നതിന് ആയിരങ്ങൾ വിശുദ്ധൻ്റെ അടുത്ത് എത്തുകയും പ്രാർത്ഥനയുടെ ശക്തിയാൽ അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. ഭൂമിക്ക് പുളകം പുതുമഞ്ഞു പെയ്യും, പുലരിക്ക് മധുമന്ദഹാസം. പഴയ ദേവാലയത്തിന് തൊട്ടു ചേർന്നാണ് പുതിയ പള്ളി പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ പള്ളിയിൽ നിന്ന് പുറകിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ദേവാലയം അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. മധുമന്ദഹാസം മകരമനോഹരമാസം, നിന്റെ തിരുനാൾ മഹോത്സവം. പഴയ ദേവാലയത്തിൽ പള്ളിയുടെ ചരിത്രങ്ങളെല്ലാം തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട്. മകരമാസത്തിലെ പെരുന്നാളാണ് ഏറ്റവും വലിയ ആർത്തുങ്കൽ പള്ളി പെരുന്നാൾ. വിശുദ്ധ ദേവാലയത്തിന് ചുറ്റും ഭംഗിയുള്ള കാഴ്ചകളാണ്. ആദ്യകാലങ്ങളിൽ കപ്പലിൽ കൊണ്ടുവന്ന രൂപം ഉറച്ചുപോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു കപ്പലിൻ്റെ രൂപത്തിൽ തന്നെ പണിതു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായിട്ട് ദേവാലയത്തിൻ്റെ എല്ലാ വശങ്ങളിലും തന്നെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല അതിശയങ്ങളുടെയും അതുപോലെ തന്നെ യേശുവിൻ്റെ കാലഘട്ടത്തെ സുവിശേഷങ്ങളുടെ ഭാഗങ്ങളെല്ലാം തന്നെ രൂപങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള ഈ പള്ളിയിലേക്ക് ധാരാളം ആളുകൾ വന്ന് അവരുടെ ആവശ്യങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോരുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അറബിക്കടലിന്റെ അരുമത്തിരകളാലിംഗനീയം ആർത്തുങ്കലെന്നും, ആദികൾ വ്യാധികൾ കന്തകനായി വാഴ്ക ധീരസേനാനി സെന്റ് സെബാസ്റ്റ്യനേ. അങ്ങനെ ഞങ്ങളും വിശുദ്ധന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോവുകയാണ്. അടുത്ത ഇവിടുന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ആർത്തുങ്കൽ ബീച്ചിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് ബീച്ചിലേക്കുള്ളൂ. നമസ്കാരം. ഞങ്ങളങ്ങനെ ആർത്തുങ്കൽ പള്ളിയിൽ വന്നിട്ട് ആർത്തുങ്കൽ ബീച്ചിലേക്ക് ഒന്ന് വന്നേക്കുകയാണ്. ഇവിടെ നല്ല വെയിലുള്ള സമയമാണ്. കാരണം ഞങ്ങൾ വന്ന സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ കടലിൻ്റെ തീരത്തേക്ക് വന്നേക്കുവാണ്. ഇവിടെ വലയൊക്കെ ആളുകൾ ശരിയാക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി കാണാം. ഇത് ഒറിജിനൽ ലൈവ് ഇട്ടെടുക്കാം.
ഇത് ചാളയാണോ നോക്കി? ആ ഞങ്ങൾ ഐസിടാത്ത ചാള ഇപ്പോഴാട്ടോ കാണുന്നത്. പക്ഷെ നമ്മളിപ്പോ മേടിച്ചോളൊരു കാര്യമില്ല. പറന്നു കിടക്കണ്ട. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഈ വലയിൽ നിന്ന് മീൻ മാറ്റുന്നൊരു കാഴ്ചയാണ്, വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതുമയുള്ള കാഴ്ചയാണ്. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഐസിട്ട് മീൻ വരുമ്പോൾ ഇവിടെയുള്ളൊരു ഫ്രഷായിട്ടുള്ള മീൻ കഴിക്കാൻ പറ്റും. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ചേട്ടാ തരുമോ മീൻ? മറക്കത്തുള്ള ഒരാൾ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഫ്രഷ് മീൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ മീൻ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളും മീൻ കൊടുക്കാനായിട്ട് അവർ കിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ മേടിച്ചു ഓടുന്നു. ഇത് മത്തി മാത്രമാണ് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. മത്തി മാത്രമാണ് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. ഓ അതിന് ഓരോന്നിനും ഓരോ ഇതുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് തന്നത് ഒരു കിറ്റ് മീൻ എന്ന് പറയുന്നത് 100 രൂപയ്ക്കാണ് അവർ തരുന്നത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും, ഐസില്ലാത്ത മീൻ കിട്ടും. വളരെ നല്ല മീനായിരുന്നു. ചെറിയ മത്തിയാണെങ്കിലും വളരെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ബീച്ചിലേക്ക് എത്തിയിരിക്കുക. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാൻ? തീരെ നന്നായിട്ട് വന്നടിക്കുന്നുണ്ട്. ആ അതെ നോക്ക്. വീണ്ടും അടിപൊളി അടിപൊളി. അങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കടലിങ്ങനെ പരന്ന് കിടക്കുക. സൗണ്ടാണ്. എന്നാ പോട്ടെ കേട്ടോ. അർത്തുങ്കൽ പള്ളിയിലേക്കും അർത്തുങ്കൽ ബീച്ചിലേക്കുമുള്ള യാത്ര വളരെ രസകരമായിരുന്നു. ഞാൻ നിറഞ്ഞു നടക്കുന്ന ഒരു മണലിലൂടെയുള്ളൊരു യാത്രയും അതുപോലെ തന്നെ കടൽ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ കടലിലെ ആ ഇരമ്പലും എല്ലാം തന്നെ വളരെ രസകരമാണ്. ഇതിന് ചുറ്റും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ വൈകുന്നേരം ആവുന്നതോടുകൂടി തന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അവർ ഓപ്പൺ ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.